ആദ്യമായിട്ടാണ് ലൈഫിൽ, ബിക്കോസ് ഞാനൊരു ഷൈ പേഴ്സൺ ആണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ചോദിക്കാൻ വയ്യ. ലൈക്ക് നമ്മൾ വിചാരിക്കും എന്നും ഷൂട്ട് ഉണ്ടായി കുഴപ്പമില്ല. ജെ എന്ന് പറഞ്ഞാൽ ലൈക്ക് തമിഴ്നാട്ടില് ദൈവം പോലെ ആൾക്കാർ കാണുന്ന ഒരു ആക്ടറാണ്. ഈ വലിയ മൂവീസിലൊക്കെ ഓവറോൾ ദി എക്സ്പീരിയൻസസ് ഗോഡ്. പക്ഷെ ഒരു ഡിഫറൻസ് വെച്ചാൽ കുറെ വലിയ ആക്ടേഴ്സ് ഉണ്ട്. ഒരു 10 കുറെ പേരുണ്ട്. എനിക്ക് കോമ്പിനേഷൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ലൈക്ക് അനുഷ്ക എല്ലാരും some 3-4 hours stay back ചെയ്തു to cut the cake, which was very sweet. So I was like, that's very sweet. എല്ലാരും ഹോൾ സെറ്റ് വലിയൊരു കേക്ക്, ഇത്രയും വലിയ കേക്ക് ഉണ്ടെന്ന്. So I was like, in the your biggest cake ever? അല്ല biggest cake ever അല്ല, but in a film set, yes. So overall, like I think they made me feel very special. അതായിരുന്നു മെയിൻ തിങ് ആ സിനിമയുടെ ഓവറോൾ. ഇപ്പോഴും എവിടെ പോയാലും അതാരു സോങ്, എന്റെ മാരേജ് സോങ് ആ മൂവിയില് അതാരു, അത് they will play it ഇവിടെ ഏത് കോളേജിലോ സ്കൂളിലോ അവിടെ പോയാലും. സോ ഇപ്പോഴും കോയിൻസിഡൻസിൽ ഞങ്ങൾ വന്നപ്പോ കേട്ടോണ്ടിരുന്ന പാട്ട് ഇത് ആണോ. സോ ഒരു ലൈക്ക് ഇപ്പോഴും ഉള്ളൊരു വിസിബിലിറ്റി, ആ ഒരു ഇത് ഐ തിങ്ക് ദാറ്റ് മൂവി വാസ് സ്പെഷ്യൽ. അന്ന് അത് റിയലൈസ് ചെയ്തില്ല സത്യം പറഞ്ഞ അന്ന്. ലൈക്ക് ആൻഡ് വൺ മോർ തിങ്, എന്റെ റോളും അത്ര ഇല്ലായിരുന്നു ആക്ച്വലി. ആദ്യം ആ ലൈക്ക് ഐ വാസ് സപ്പോസ് ടു ഡൈ, അങ്ങനെ ഒരു ഇതായിരുന്നു. 2 വൈഫ്സ് മരിക്കും, അങ്ങനെ ഒരു തിങ് ആയിരുന്നു അത്. ആൻഡ് കുറച്ചുകൂടെ ഷോർട്ടർ സ്ക്രീൻ ഇതായിരിക്കും. ഗൗതം സാറിന് ആക്ടിങ് ഇഷ്ടപ്പെട്ട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കി ദ സെക്കൻഡ് ഹാഫിലെ നെഗറ്റീവ് ടച്ച്. സോ ദാറ്റ് വാസ് വെരി അൺഎക്സ്പെക്റ്റഡ്. പക്ഷെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പേടി വരും, ലൈക്ക് ഹൗ വിൽ ഓഡിയൻസ് ടേക്ക് ഇറ്റ്. നമ്മള് അതും ഒരു ന്യൂ ആക്ടറിന് ഒരു പേടി വരും. ഒരു എക്സ്പീരിയൻസ് ആക്ടർ ആകുമ്പം ഇപ്പം ഒക്കെ ആണെങ്കിൽ നെഗറ്റീവ് വന്നാലും യു വിൽ ബി വെരി എക്സൈറ്റഡ് ടു ഡു. പക്ഷേ അന്നൊക്കെ അയ്യോ അത് നമ്മളെ എഫക്ട് ചെയ്യുമോ, ആൾക്കാർ നമ്മുടെ ദേഷ്യം വരുമോ, അങ്ങനെയൊക്കെ ഏതോ വിയേർഡ് ഒരു കോംപ്ലക്സ്. പക്ഷെങ്കിൽ ഇറ്റ് വാസ് ദി ഓപ്പോസിറ്റ്. വെളിയെ ഇറങ്ങുമ്പോൾ എല്ലാവരും ലൈക്ക് ഇന്ന് വരെ ഈ ഹോട്ടലിൽ വരെ like the waiter who was there with us was telling about അന്ന് സ്കൂള് കട്ട് ചെയ്തിട്ടാണ് മാഡം എന്നെ എന്തായാലും പോയത്. പിന്നെ 2ാമത്തെ പ്രാവശ്യം പോയി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു മാഡത്തിന് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞു. സോ ലൈക്ക് ഐ വാസ് ലൈക്ക് ദാറ്റ് സോ സ്വീറ്റ്. 9 years ആയി, ബട്ട് യു നോ ദാറ്റ് ദാറ്റ് വാസ് എ വെരി ഫീലിംഗ്. അത് സം മൂവീസ് തരുന്ന മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഇറ്റ്സ് ബിൻ എ ഗുഡ് ജേർണി ആൻഡ് ആ ഒരു റെക്കഗ്നിഷൻ ഇപ്പോഴും ഉണ്ട്. So yeah. Any got update? Got update. ഞാനും അപ്ഡേറ്റ് വെച്ചു. Yeah, so like see that goat on the other hand, that's also like a very nice team and very good experience. ഈ വലിയ മൂവീസിലൊക്കെ overall the experience is good. The way they take care of you. നമുക്ക് തരുന്ന ഹോട്ടൽ ടു ഫുഡ് ടു നമുക്ക് തരുന്ന ടീം ടു ലൈക്ക് ഓർ ദ ടീം ഒന്നിനും ഒരു പ്രശ്നമില്ല. ലൈക്ക് ദേ റിയലി ടേക്ക് കെയർ. അതാണൊരു everything is well planned, everything is so ഇത് ദേ റിയലി ലൈക്ക് നമ്മൾ വിചാരിക്കും എന്നും ഷൂട്ട് ഉണ്ടായി കുഴപ്പമില്ല. ലൈക്ക് ബിക്കോസ് വീട്ടിൽ ശരിക്കും പാമ്പർ ചെയ്യുന്ന ടീംസ് ആണ്. സോ സെയിം വിത്ത് ഗോട്ട്, ഭയങ്കര പാമ്പേർഡ് ഇതാണ് ഗോട്ട്. പക്ഷെ ഒരു ഡിഫറൻസ് വെച്ചാൽ കുറെ വലിയ ആക്ടേഴ്സ് ഉണ്ട്. ഒരു 10 കുറെ പേരുണ്ട്. സോ അതുകൊണ്ട് കുറെ ആക്ടേഴ്സ് ആൻഡ് കുറെ ഇതുള്ളത് കൊണ്ട് നമ്മൾ എത്ര നോട്ടീസ്, അതിനകത്തൊരു 4-5 ആക്ടേഴ്സ് ഓൾ ടുഗെദർ. എന്നെ ആയിരുന്നല്ല എടുത്താല് ഇറ്റ്സ് ജസ്റ്റ് 4-5 ആക്ടേഴ്സ്. ആ 4-5 ആക്ടേഴ്സ് ഐ വാസ് വൺ ഓഫ് ദം. പക്ഷേ ഇവിടെ ഒരു 10-15 എന്നെക്കാട്ടില് ഭയങ്കര സീനിയർ ബിഗ് ആക്ടേഴ്സ് ഉള്ളപ്പം we also don't know എത്ര നോട്ടീസ് ആവും. സ്റ്റിൽ ഇറ്റ്സ് എ വിജയ് മൂവി. How was Vijay sir? He is very sweet. He is very sweet. Yeah. He is very friendly and sweet. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ ഈ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗോണ ബി ഹൗ ബിഗ് ഇറ്റ് വിൽ ബി എന്നുള്ള സംഭവം? ഇല്ല, ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും ഈ മൂവി സെയിം ലൈക്ക് ഒരു സിമിലർ സ്റ്റോറി ഞാൻ ആദ്യ സിനിമയിൽ ഇല്ലായിരുന്നു. പൂജ ഫംഗ്ഷനിൽ ഒന്നും ഇല്ലായിരുന്നു ഗോട്ടില്. അവർ കാസ്റ്റിനെ അനൗൺസ് ചെയ്തു, എല്ലാം അനൗൺസ് ചെയ്തു. ഐ വാസ് നോട്ട് ഇൻ ദ ഫിലിം. ഞാനൊരു ഒരു ബർത്ത്ഡേ, ഒരു സിനിമയിലെ ഒരാളുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. ഡയറക്ടറിനെ കണ്ടു. അപ്പോൾ കുറേ സിനിമ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സമൺ ടോൾ മീ ഈസ് ഡൂയിങ് വിജയുടെ നെക്സ്റ്റ് മൂവി. അങ്ങനെ വന്നപ്പം നമ്മൾ വേറെ ഫംഗ്ഷൻസിൽ കണ്ടിട്ടുണ്ട്, ബട്ട് അത്ര അറിയില്ല. ഹായ് ബൈ ആയിട്ട് അറിയാം. അപ്പോൾ ഹായ് പാർവതി, അവയോ സോ ഐ ഹേർഡ് യു ഡൂയിങ് വിജയ് സാസ് നെക്സ്റ്റ് മൂവി, കൺഗ്രാറ്റുലേഷൻസ്. ഓ താങ്ക് യു സോ മച്ച്. ഐ വിഷ് ഐ വാസ് ദെയർ. ഞാൻ വെറുതെ ഒരു കമൻറ്റ് ഇട്ടു. ഓക്കെ, വെറുതെ. സത്യം പറഞ്ഞ ഒരിക്കലും ലൈഫിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരെടുത്തും.
ഓക്കെ. പക്ഷെ ഏതോ ഒരു റീസണിൽ ആ ബർത്ത്ഡേക്ക് മേ ബി ഓഫ് ദറ്റ് ലൈറ്റ് ഹാർട്ടഡ് എനർജിയിൽ ഐ വിഷ് ഞാനും അതിനുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കമന്റ് ടു 1 month കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വരുന്നു ഫ്രം ദ ഡയറക്ടർ, ഒരു ബോയിന്റെ റോള് ഗേളായിട്ട് മാറി. ഓക്കെ, അതൊരു അൺഎക്സ്പെക്റ്റഡ് ഇതായിരുന്നു. അതൊരു ഒരു നോൺ പേഴ്സന്റെ മോൻ ഒരു അപ്കമിങ് ഹീറോ ചെയ്യേണ്ട ഒരു റോളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനായിരുന്നു. പക്ഷെങ്കിൽ ഇറ്റ് ചേഞ്ച് ആൻഡ് ഐ വാസ് ലൈക്ക് അന്ന് വെറുതെ ചോദിച്ചെങ്കില് ലൈക്ക് മൈൻഡ് ഞാൻ എന്തിനാ വിചാരിച്ചു ഇത്തിട്ട് ഒരിക്കലും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ ചോദിക്കണോ ആദ്യമായിട്ടാണ് ലൈഫിൽ. ബിക്കോസ് ഞാനൊരു ഷൈ പേഴ്സൺ ആണ്, ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ ഭയങ്കര മടി. അതെന്റെ ഒരു പ്രശ്നമാണ് ആക്ച്വലി. സിനിമയിൽ യു ഷുഡ് ബി ഐ ബിലീവ് you should have the guts to ask. എനിക്ക് ഗട്ട്സ് ഇല്ലായിരുന്നു ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഐ വാസ് ലൈക്ക് then I was confused ചെയ്യണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. ബിക്കോസ് ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, നോട്ടീസ്ഡ് ആവോ, ലൈക്ക് കുറച്ച് ചൂസി ആയിട്ടാണ് ഞാൻ എടുക്കുന്ന മൂവീസ്. ദെൻ ഐ തോട്ട് വിജയ് എന്ന് പറഞ്ഞാൽ ലൈക്ക് തമിഴ്നാട്ടില് ദൈവം പോലെ ആൾക്കാർ കാണുന്ന ഒരു ആക്ടറാണ്. സോ ഐ തോട്ട് ഇറ്റ്സ് എനിവേ ബിഗ് തിങ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി. അതുകൊണ്ട് എനിവേ ദർ ഇസ് ഐ ഷുഡ് ട്രൈ എന്ന് വിചാരിച്ചു. കരശേട്ടനുണ്ട് ഇങ്ങനത്തെ മൂമെന്റ്സ്, ഈ ചോദിച്ച് ജസ്റ്റ് മേടിച്ച ജസ്റ്റ് ഒരു സൂചനയിൽ കിട്ടിയ? അങ്ങനെയല്ല, നമ്മള് മോസ്റ്റ്ലി ഇപ്പൊ ചോദിച്ചു മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. വിനീതേട്ടൻ ഞാന് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോഴാണ് വിനീതേട്ടന്. ഞാൻ അതൊരു നിമിത്തം പോലത്തെ ഒരു ചാൻസ് മീറ്റിംഗ് ആണ്. ഞാൻ വേറൊരു ആളെ റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വിനീതേട്ടൻ വരുന്നു. അപ്പൊ വിനീതേട്ടൻ എന്നെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, വിനീതേട്ടൻ ചോദിച്ചു എടാ നീ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നിനക്ക് അങ്ങനെ ചാൻസ് ഒന്നും ഒന്നുമില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, നല്ലതൊന്നും വന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴാണ് വിനീതേട്ടൻ എടാ നീ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു പറയുന്നത്. അപ്പൊ ഞാൻ വിനീതേട്ടൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയക്കാറുണ്ട് വിനീതേട്ട, അപ്പം നീ ഇപ്പൊ ഒരു മെസ്സേജ് അപ്പൊ ഞാൻ ഉടനെ എനിക്ക് മെസ്സേജ് എടാ അടുത്ത പടം എന്തെങ്കിലും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്നു പോകുമ്പോഴാണ് while he was walking towards his car is when he told his wife that I think he might be there in my next എന്നുള്ള രീതിയിൽ. ഞാൻ അത് അറിയുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. It's like I have finished writing my next, I think you have a role for I have a role for you. അതാണ് സെൽവ. അപ്പൊ അന്ന് എഴുതുന്ന സമയത്ത് വിനീതേട്ടന് ഈ സെൽവയുടെ പോർഷൻ എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും he didn't have a face to it. ബട്ട് എന്നെ കാണുന്നതും ആ എഴുത്തുമൊക്കെ പാരലലി നടന്നത് കൊണ്ട് he was like എഴുതുന്ന സമയത്ത് ഇതന്നെ ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഒരു നിമിത്തമാണ് സത്യത്തിൽ. ഞാൻ ചോദിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയില്ലേ, അത് എന്റെ ഫ്രണ്ട് വിനീതേട്ടൻ വരുന്നതിന് മുമ്പേ വന്നിരുന്നെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോയായിരുന്നു, വിനീതേട്ടനെ കാണില്ലായിരുന്നു. അതൊക്കെ ഒരു യൂണിവേഴ്സ് കോൺസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പോൾ ദിസ് ഓഗസ്റ്റ് വിൽ ബി സ്പെഷ്യൽ, കാരണം സൂപ്പർ സിന്ദഗി റിലീസ് ആവുന്നുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാ ആശംസകളും കരിയറിലും ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ലൈഫിലൊക്കെ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.